ഹലോ നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു മസാജ് ഓയിലാണ് പരിചയപ്പെടുത്തുന്നത്. ഇത് കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരുടെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനും ടോൺ ചെയ്യാനും മോയ്സ്ചറൈസ് ചെയ്യാനും ഇനി എന്തെങ്കിലും പാടുകളുണ്ടെങ്കിൽ കൊതുകടിച്ച പാടുകൾ, ഡയപ്പർ റാഷസ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ മാറാനും എന്തെങ്കിലും തരത്തിലുള്ള സ്കിൻ അലർജീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാൻ സഹായിക്കുന്ന ഒരു എണ്ണയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഇതിനായിട്ട് കുറച്ച് പൂക്കളും ഇലകളും പിന്നെ 1-2 ഐറ്റംസും കൂടി ചേർക്കുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് അറിയാനായിട്ട് വീഡിയോ മുഴുവനും കാണാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് തെറ്റിപ്പൂവാണ്. ഈ തെറ്റിപ്പൂവിന് പകരം ശരിക്കും അശോക തെറ്റി അല്ലെങ്കിൽ അശോകപ്പൂവ് എന്ന് പറയുന്ന അശോകത്തിൻ്റെ പൂവാണ് നമുക്ക് ആവശ്യം. ഇത് കിട്ടാത്ത സാഹചര്യത്തിലാണ് ഞാനിപ്പോൾ ഇവിടെ സാധാരണ തെറ്റി, നാടൻ തെറ്റി എന്ന് പറയുന്നത് ഈ ചുമപ്പിനുള്ളിൽ സാഫ്രോൺ പോലത്തെ കളറൊക്കെ വരുന്ന തെറ്റി, സാധാരണ നാടൻ തെറ്റി എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അത് ഉപയോഗിച്ചിരിക്കുന്നത്. അശോകപ്പൂ കിട്ടുമെങ്കിൽ അത് തന്നെ ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ചെമ്പരത്തിയാണ്. ചെമ്പരത്തി എന്ന് പറയുന്നത് നമ്മുടെ തലമുടിക്ക് മാത്രമല്ല സ്കിന്നിനും വളരെയധികം ഉപയോഗമുള്ളൊരു പൂവാണ്. അത് നമ്മുടെ സ്കിന്നെ ഒരുപാട് മോയ്സ്ചറൈസ് ചെയ്യാനൊക്കെ സഹായിക്കുന്ന ഒരു പൂവാണ്. ഏത് തരത്തിലുള്ള ചെമ്പരത്തി നമുക്കിതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇനി അടുത്ത ഒരു പൂവെന്ന് പറയുന്നത് ശംഖുപുഷ്പമാണ്. വെളുത്ത ശംഖുപുഷ്പമായാലും കുഴപ്പമില്ല, നീലയായാലും കുഴപ്പമില്ല. ശംഖുപുഷ്പം എന്ന് പറയുന്നത് അതിൻ്റെ വേര് മുതൽ ഇലയും തണ്ടും പൂവും ഒക്കെ ഔഷധ ഗുണമുള്ളൊരു ചെടിയാണ് ശംഖുപുഷ്പം എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ആവശ്യമുള്ള പൂവ് പനിനീർ റോസയാണ്. പനിനീർ റോസ, റോസയിലെ പനിനീർ റോസ തന്നെ കിട്ടുമെങ്കിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അത് കിട്ടാത്ത സാഹചര്യത്തിൽ നമുക്ക് നാടൻ റോസ, നല്ല കടുത്ത കളറിലൊക്കെയുള്ള നാടൻ റോസ ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയും ടൈപ്പ് പൂക്കളൊക്കെയാണ് നമുക്ക് ആവശ്യം. ഇനി നമുക്ക് കുറച്ച് ഇലകളാണ് എടുക്കേണ്ടത്. അപ്പോൾ അതിനാദ്യമായിട്ട് നമുക്ക് കറ്റാർവാഴയാണ് വേണ്ടത്. ഈ കറ്റാർവാഴ ഇവിടെ ഇപ്പോൾ നിൽക്കുന്നത് വളരെ ചെറിയതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു 2 തണ്ട് കറ്റാർവാഴ എടുക്കുന്നുണ്ട്. ഇപ്പോൾ വലുതൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഒരു തണ്ട് മതിയാവും. ഇപ്പോൾ വളരെ കുറച്ച് എണ്ണയെ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. ഇനി വേണ്ടത് തുളസിയാണ്. തുളസിയിൽ രാമതുളസി ആയാലും കുഴപ്പമില്ല, കൃഷ്ണ തുളസി ആയാലും കുഴപ്പമില്ല. ഈ നടുക്ക് തണ്ടിൽ നീല കളർ അല്ലെങ്കിൽ ഒരു വയലറ്റ് കളർ, നീല കളർ പോലെയൊക്കെ വരുന്നതാണ് കൃഷ്ണ തുളസി എന്ന് പറയുന്നത്. ഇതിൽ കൃഷ്ണ തുളസി എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇനി അത് കിട്ടിയില്ലെങ്കിൽ രാമതുളസി ആയാലും കുഴപ്പമില്ല. ഇനി അടുത്ത വേണ്ട ഒരു ഇല എന്ന് പറയുന്നത് നവരയിലയാണ്. നവരയില ഇപ്പോൾ ഇവിടെയൊക്കെ നവരയില എന്നാണ് പറയുന്നത്. ചില സ്ഥലങ്ങളിൽ ഇതിന് പനിക്കൂർക്ക എന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ 2 ഇലയും എണ്ണയിൽ ഉൾപ്പെടുത്തുന്നത് സ്കിന്നിന് വളരെ നല്ലത് തന്നെയാണ്. അപ്പോൾ ഈ 2 ഇലകൾ കൊടുക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇലകൾ നമുക്ക് ആവശ്യം. ഇനി നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും ഞാനിപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കറ്റാർവാഴ വളരെ കുഞ്ഞു പീസായിട്ട് ആണ് അരിഞ്ഞിരിക്കുന്നത്. കാരണം ഇത് നന്നായിട്ട് എണ്ണയിൽ കിടന്ന് മൂക്കണം, എന്നാൽ മാത്രമേ അതിൻ്റെ സത്തൊക്കെ അതിനകത്ത് നന്നായിട്ട് ഇറങ്ങുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വളരെ കുഞ്ഞു പീസായിട്ടാണ് അതിൽ മുറിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ തെറ്റിപ്പൂ എടുത്തിട്ടുണ്ട്, ഒരു 3-4 ഇല തുളസി ഇല എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ചെമ്പരത്തി, ഒരു റോസാപ്പൂ, ഒരു 3-4 നവരയില, ഇതൊക്കെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇന്നിപ്പോൾ ഇവിടെ ശംഖുപുഷ്പം പൂത്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ശംഖുപുഷ്പത്തിൻ്റെ പൂവ് എടുത്തിട്ടില്ല. നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാനിനി ഒരു കാര്യം കൂടി ഞാൻ ചേർക്കുന്നുണ്ട്, കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി. ഇനി വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓറഞ്ചിൻ്റെ തൊലി, മറ്റ് പൂക്കളും ഇലകളും ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇനി ഓറഞ്ചിൻ്റെ തൊലി ഉണക്കി വെച്ചതുണ്ടെങ്കിൽ അതുകൂടി ചേർക്കാം. ഇനി മഞ്ഞളാണെങ്കിലും കസൂരി മഞ്ഞൾ സ്ലൈസ് ചെയ്ത് ഉണക്കിയതുണ്ടെങ്കിൽ അതും ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്തിട്ട് എണ്ണ കാച്ചുമ്പോൾ കൂടെ ചേർത്തിട്ട് കാച്ചാം. അതല്ലെങ്കിൽ ഇത് എണ്ണയെല്ലാം കാച്ചി തീ ഓഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മഞ്ഞൾപ്പൊടി, കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി ഇടാം. അതുപോലെ തന്നെ ഓറഞ്ചിൻ്റെ പീല് പൊടിച്ചതും നമുക്കിതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആവശ്യമുള്ള എണ്ണ നമുക്ക് അളന്നൊഴിക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു കുപ്പിയിലേക്കാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് ഇത്രയും ഏകദേശം ഒരു 250 ml ഒക്കെ വരുമായിരിക്കും. അപ്പോൾ അത്രയും എണ്ണ ഞാൻ ഈ കുപ്പിയിൽ അളന്നെടുത്ത് എല്ലാ സാധനങ്ങളും റെഡിയാക്കി വെച്ചിട്ട് വേണം നമുക്ക് എണ്ണ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഒരു പാൻ എടുത്ത് അതിലേക്ക്
വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ അല്ല, ഉരുക്ക് വെളിച്ചെണ്ണ കിട്ടുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഇതിപ്പോൾ ഞാൻ സാധാരണ ആട്ടിയ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആദ്യം നമ്മൾ കറ്റാർവാഴയാണ് ഇട്ട് കൊടുത്തത്. ആദ്യം കറ്റാർവാഴ ഇട്ടതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് കുറച്ചും കൂടി ഈർപ്പമുള്ള ഒരു ഇല എന്ന് പറയുന്നത്. അപ്പം കുറച്ചും കൂടി ഈർപ്പമുള്ളത് കുറച്ചും കൂടി നേരം എടുക്കും മൂക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം കറ്റാർവാഴ ചേർത്ത് അതിൻ്റെ ആ ഒരു ഇതൊന്ന് ആ വെള്ളത്തിൻ്റെ സൗണ്ട് ഒന്ന് കഴിഞ്ഞ ശേഷം ഇനി മറ്റോരോരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് ശരിക്കും ചെമ്പരത്തിയായിരുന്നു ചേർക്കേണ്ടത്, ഞാനത് വിട്ട് പോയി. ഞാൻ അത് കഴിഞ്ഞിട്ട് തെറ്റിപ്പൂ ചേർത്തു, അത് കഴിഞ്ഞിട്ട് ചെമ്പരത്തി ചേർത്തു. അപ്പോൾ ഞാൻ ഇതിനിടയ്ക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്തു. റോസാപ്പൂവൊക്കെ ഇതിൽ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി മൂക്കാൻ ബാക്കിയുള്ളത് തുളസി ഇലയും നവരയിലയും കൂടിയാണ്. ഇത് ഞാൻ അവസാനമാണ് ചേർത്തത്. അപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് കൊണ്ട് കുറച്ച് ലേറ്റായി പോയതാണ്. അപ്പോൾ അതും കൂടി ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഏകദേശം എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ തീ ഓഫ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ എടുത്ത് വെച്ചിട്ടുള്ള ആ മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തു. പ്രത്യേകം ശ്രദ്ധിക്കുക, തീ ഓഫ് ചെയ്തിട്ട് വേണം മഞ്ഞൾപ്പൊടി ചേർക്കാനായിട്ട്, ഇല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. അപ്പോൾ ഇനി കുറച്ച് തണുത്ത് കഴിഞ്ഞ് നമുക്കത് അരിച്ച് മാറ്റി ഒരു കുപ്പിയിലേക്ക് എടുത്ത് വെക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ ഇൻഗ്രീഡിയൻസ് ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറുതെ അശോകത്തിൻ്റെ പൂവിട്ട് മാത്രവും എണ്ണ കാച്ചി കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കുഞ്ഞു കുട്ടികളുള്ള അമ്മമാർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.